അടിമാലിയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ ബസ് സ്റ്റാൻഡ് ഹൈടെക് നിലവാരത്തിൽ പുനർനിർമ്മിക്കണമെന്ന ആവശ്യം. ദിവസവും നൂറുകണക്കിന് യാത്രക്കാരും ബസ്സുകളും വന്നുപോകുന്ന ബസ് സ്റ്റാൻഡിൽ ശുചിമുറി സംവിധാനവും ഇരിപ്പിട സൗകര്യവുമൊക്കെ പരിമിതമായ രീതിയിലാണുള്ളത്. ആധുനിക രീതിയിൽ ശുചിമുറി സൗകര്യങ്ങളടക്കം ഒരുക്കി സ്വകാര്യ ബസ് സ്റ്റാൻഡിന്റെ മുഖം മിനുക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. ജില്ലയിലെ ഒട്ടുമിക്ക മേഖലകളിലേക്കും അയൽ ജില്ലകളിലേക്കുമൊക്കെ ബസ്സുകൾ വന്നുപോകുന്ന ഇടമാണ് അടിമാലിയിലെ സ്വകാര്യ ബസ് സ്റ്റാൻഡ്. വിനോദസഞ്ചാരികളടക്കം ദിനംപ്രതി നൂറുകണക്കിന് ആളുകളും വന്നുപോകുന്നു. മുമ്പുണ്ടായിരുന്ന സ്വകാര്യ ബസ് സ്റ്റാൻഡ് വർഷങ്ങൾക്ക് മുമ്പാണ് ഇപ്പോഴത്തെ നിലയിലേക്ക് പുനഃക്രമീകരിച്ചത്. ശുചിമുറി സംവിധാനങ്ങളും ഇരിപ്പിട സൗകര്യങ്ങളുമൊക്കെ പരിമിതമായ രീതിയാണ് ഇപ്പോഴത്തെ ബസ് സ്റ്റാൻഡിനും ഉള്ളത്. ഈ ബസ് സ്റ്റാൻഡ് ഹൈടെക് നിലവാരത്തിൽ നവീകരിച്ച് കൂടുതൽ അടിസ്ഥാന സൗകര്യമുള്ളതാക്കി മാറ്റണമെന്നാണ് ആവശ്യം. ടൂറിസത്തിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള അടിമാലി ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന അടിമാലി ബസ് സ്റ്റാൻഡ് ഒരു ഹൈടെക് ബസ് സ്റ്റാൻഡായി ഉയർത്താനുള്ള നടപടി അടിമാലി ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകണമെന്നുള്ള ആവശ്യപ്പെടുന്നു. പുതിയ സാമ്പത്തിക വർഷത്തിൽ 2025-2026 സാമ്പത്തിക വർഷത്തിൽ പുതിയ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സാഹചര്യം ഈ മേഖലയ്ക്ക് ഉയർത്തുമെന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. തന്നെയുള്ള മറ്റൊന്ന്, രാത്രി സമയത്ത് കൂരിരുട്ടാണ് അടിമാലി ബസ് സ്റ്റാൻഡ് പരിസരവും സമീപ പ്രദേശങ്ങളെല്ലാം തന്നെ. ആ നടപടികൾ ബന്ധപ്പെടുവാനുള്ള പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് അനുഭവം കാണിക്കുന്നുണ്ട്. മറ്റൊന്നുള്ളത്, ഏതു സമയത്തും മൂക്ക് പൊത്തിപ്പോകുന്ന ഒരവസ്ഥയാണ് അടിമാലി ബസ് സ്റ്റാൻഡ് ഉള്ളത്. കാരണം മാലിന്യങ്ങളെല്ലാം തിങ്ങിക്കൂടുന്ന ഒരവസ്ഥയുണ്ട്. രാത്രി 7 മണിക്ക് ശേഷം അടിമാലി ബസ് സ്റ്റാൻഡിൽ ഒരു വാഹനങ്ങളും കയറാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. സ്വകാര്യ ബസ് സർവീസുകളെല്ലാം മുകളിൽ അടിമാലി സെൻട്രൽ ജംഗ്ഷനിലും മറ്റു മുകളിലുള്ള ഭാഗത്തും ഉള്ള നിർത്തിക്കൊണ്ടാണ് ബസ്സുകൾ പോകുന്നത്. അപ്പോൾ ആ രാത്രി സമയങ്ങളിൽ ബസ് സ്റ്റാൻഡിലേക്ക് സർവീസുകൾ നടത്തണമെന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. സ്വകാര്യ ബസ്സുകൾക്ക് പുറമെ KSRTC ബസ്സുകളും അടിമാലിയിലെ സ്വകാര്യ ബസ് സ്റ്റാൻഡിലാണ് വന്നു പോകുന്നത്. ശുചിമുറികളോട് ചേർന്ന് തന്നെയാണ് യാത്രക്കാർക്ക് ഇരിക്കുന്നതിനും വ്യാപാരം നടത്തുന്നതിനുമൊക്കെയുള്ള സ്ഥലവും ക്രമീകരിച്ചിരിക്കുന്നത്. ബസ് സ്റ്റാൻഡ് പരിസരത്ത് പലപ്പോഴും രൂക്ഷമായ ദുർഗന്ധം ഉയരുന്ന സ്ഥിതിയുമുണ്ട്. ബസ് സ്റ്റാൻഡിന് ഉൾവശം ചിലയിടങ്ങളിൽ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നു. ആധുനിക രീതിയിൽ ശുചിമുറി സൗകര്യങ്ങൾ അടക്കമൊരുക്കി സ്വകാര്യ ബസ് സ്റ്റാൻഡിന്റെ മുഖം മിനുക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. ന്യൂസ് ബ്യൂറോ, അടിമാലി.